മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തുന്നു എന്നുള്ളതാണ്. രണ്ടാം ഘട്ട പ്രചരണം തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി. 6 പരിപാടികളാണ് ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കുള്ളത്. അവിടെ നിന്നും CV അനുമോദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ്, രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുമ്പോഴും വരാതിരിക്കുമ്പോഴും അത് വലിയ വാർത്തയാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ 6 പരിപാടികളാണ് ഉള്ളത്. അതായത് ഓടി നടക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക്. എവിടെയൊക്കെയാണ് പരിപാടികൾ? എങ്ങനെയാണ് വയനാട് കാത്തിരിക്കുന്നത്? അശ്വതി, രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ എത്തും എന്നാണ് നമുക്കറിയുന്നത്. അദ്ദേഹം ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ താളൂരിലാണ്. അവിടെ അദ്ദേഹം തോട്ടം തൊഴിലാളികളുമായി സംവാദമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നത്. 10:40 ഞാനിപ്പോൾ നിൽക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക. അതിനുശേഷം പുൽപ്പള്ളി, പിന്നീട് മാനന്തവാടി ബിഷപ്പ് ഹൌസിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പടിഞ്ഞാറത്തറയാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ പരിപാടി. ശ്രീ രാജു പി നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുലിന്റെ ഈ ഒരു വരവ് വയനാടിന്റെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ അല്ലെങ്കിൽ സംവാദം അല്ലേ? തീർച്ചയായിട്ടും 7 നിയോജക മണ്ഡലങ്ങളും 2 ദിവസം കൊണ്ട് എത്തുന്ന രീതിയിലാണ് പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്യുക. അതിനിടയ്ക്ക് ബിഷപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ കാണും. അപ്പോൾ വലിയ രീതിയിൽ ഒരു 2 ദിവസം കൊണ്ട് വയനാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സന്ദർശനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ കൽപ്പറ്റയിലെ റോഡ് ഷോ അത് UDF ഒരു ശക്തി പ്രകടനമായിട്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. UDF വയനാട്ടിലെ ശക്തി പ്രത്യേകിച്ച് ഒരു പ്രകടനം നടത്തി തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതിന് മുൻപ് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രചരണം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 5 വർഷം കൊണ്ട് അദ്ദേഹം വരുമ്പോൾ മുഴുവൻ ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തനം നടത്തിയതിന്റെ കരുത്തോടു കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് വയനാട് പ്രത്യേകിച്ചൊരു ശക്തി പ്രകടനത്തിന് കാര്യമില്ല. പക്ഷെ പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും വികാരം എന്ന് പ്രകടമാണ്. അതിനകത്ത് സംശയമില്ല. ഈ രാജ്യത്ത് ഒരു BJPയുടെ സർക്കാർ മാറി ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു ജനമാണ്. അവിടെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം വയനാട് നടക്കുക. ഇവിടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലെ കാര്യങ്ങൾ, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എല്ലാം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ്. അപ്പൊ അതായ പ്രാധാന്യത്തോടുകൂടി തന്നെ വയനാട്ടിലെ ഈ സന്ദർശനം ചർച്ച ചെയ്യപ്പെടും. പ്രവർത്തകർ അത് വലിയ ഒരു ഉത്സവമാക്കി തന്നെ മാറ്റും. സാധാരണഗതിയിലെ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കാറില്ല എവിടെയും. അതൊരു രാഷ്ട്രീയ മര്യാദ എന്ന് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപൂർവമായിട്ട് അദ്ദേഹം വിമർശിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇടതുപക്ഷം നിശ്ചിതമായിട്ട് രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു സാഹചര്യം. മറുവശത്ത് BJP ആണെങ്കിലും ഇതേ നിലപാട് തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോക്കിടെ അദ്ദേഹം ജനങ്ങളുമായി ആശയസംവാദം ഉണ്ടാകുമോ? അത്തരത്തിലൊരു പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെ, തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിന്റെ നറേറ്റീവ് എന്താണെന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് സെറ്റ് ചെയ്തത്. 2.5 മാസക്കാലം നീണ്ട ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വർഗീയതയല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയുമാണ് എന്നുള്ള അജണ്ട സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന സർവേകൾ ഉൾപ്പെടെ തെളിയിക്കുന്നത് വർഗീയമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ച് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുമ്പോൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. പോകുന്ന വഴികളിലെല്ലാം ജനങ്ങളോട് സംവദിക്കുന്നതാണ്. ആദിവാസി സമൂഹം ഉൾപ്പെടെ, ദളിത് സമൂഹം ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവകാശമില്ലാതെ, ഒരു പങ്കാളിത്തവുമില്ലാതെ തഴയപ്പെടുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നീതി നിഷേധം ചർച്ച ചെയ്യപ്പെടും. സാമൂഹിക നീതി നിഷേധം ചർച്ച, അതെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ഓരോരുത്തരുടെയും മര്യാദയാണ്. അപ്പൊ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെച്ച് നമ്മൾ നമ്മുടെ മര്യാദ വിടില്ലല്ലോ. അപ്പൊ നമ്മുടെ മര്യാദക്കനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ. ഷെഡ്യൂൾ എങ്ങനെ അവസാന ഘട്ടത്തിലുള്ളപ്പോൾ ഇന്നിപ്പോ രാവിലെ ഇവിടെ നിന്ന് തുടങ്ങി പുൽപ്പള്ളി മുതൽ നമുക്കറിയാം പോയിന്റുകൾ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് വെച്ച് ശ്രീ MK രാഘവന്റെ ഉൾപ്പെടെ UDF വലിയ റാലിയുണ്ട്. അപ്പൊ അദ്ദേഹം വൈകുന്നേരം അവിടെ നിന്ന് നേരെ കോഴിക്കോടേക്ക് പോകും. ഇന്ന് കോഴിക്കോട് അദ്ദേഹം തങ്ങും. നാളെ രാവിലെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ 2ാം ഘട്ടം നാളെ രാവിലെ ആരംഭിക്കും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാഹുൽ ഗാന്ധി ഇവിടെ 10:30 എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം താളൂരിൽ എത്തിയിട്ടില്ല. താളൂരിൽ അദ്ദേഹം അരമണിക്കൂറോളം ചെലവഴിക്കും. അവിടെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അതിനുശേഷം റോഡ് മാർഗമാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തുന്നത്. ഏകദേശം അരമണിക്കൂർ സമയം താളൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വേണ്ടതുണ്ട്. പിന്നീട് ഓരോ റോഡ് ഷോയ്ക്കും 3/4 മണിക്കൂറോളം സമയമെടുക്കും. കാരണം 1 കിലോമീറ്റർ ദൈർഘ്യം ഈ റോഡ് ഷോയ്ക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ആ റോഡ് ഷോ സമാപിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അവസാന പോയിന്റിൽ വെച്ച് അദ്ദേഹം
വോട്ടർമാരുമായി സംസാരിക്കും. ഉച്ചയ്ക്കാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് അദ്ദേഹം മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ പോകുന്നുണ്ട്. അവിടെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവിടെ നടക്കും അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം അവിടെ നിന്നാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് കേൾക്കുവാൻ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ജനത. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമോ, അതോ ദേശീയ തലത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാവും അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാണെങ്കിലും 10:40 അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും മോദിയും രാഹുലും ഇന്ന് തന്നെ കേരളത്തിലുണ്ട് എന്നുള്ളതും ഒരു കൗതുകമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഈ മോദിക്കെതിരെയുള്ള കടുത്ത വിമർശനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലേ? തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രസംഗങ്ങളിലെല്ലാം ആവർത്തിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം എപ്പോഴും വിമർശനങ്ങൾക്കൊരു പരിധിക്കപ്പുറം അദ്ദേഹം വിമർശനം ഉയർത്താറില്ല. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം, നമുക്ക് ഈ റോഡ് ഷോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് അവസാനം 5 മിനിറ്റോളം മാത്രമായിരിക്കും അദ്ദേഹം സംസാരിക്കുക എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസംഗം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDFന്റെ റാലിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളനമാണ് കോഴിക്കോട് ഇന്ന് വൈകുന്നേരം ചേരാൻ പോകുന്നത്. ഒരുപക്ഷെ രാഹുലിന്റെ ദൈർഘ്യമേറിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിശദമായ പ്രസംഗം ഇന്ന് വൈകുന്നേരം കോഴിക്കോടാകും ഉണ്ടാവുക. ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോയുടെ സമാപനത്തിൽ എല്ലാ മണ്ഡലങ്ങളും അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ വലിയ രാഷ്ട്രീയ പ്രസംഗമാകാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ, വയനാട്ടിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത ഊന്നിക്കൊണ്ടുള്ള പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുക എന്ന് ഉറപ്പാണ്. എന്നാണെങ്കിലും അദ്ദേഹം 10:40 സുൽത്താൻ ബത്തേരിയിലെത്തും. 11:30 സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോ സമാപിക്കുക എന്നാണ് അറിയാനാകുന്നത്. നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും വൈകിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം താളൂരിലാണ് ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ താളൂരിൽ എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹം താളൂരിൽ ചോപ്പറിൽ വന്നിറങ്ങും എന്നാണ് നമുക്ക് അറിയുന്നത്. എന്നാണെങ്കിലും ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. പ്രവർത്തകരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ അസംഷൻ കോളേജിന് മുമ്പിൽ വെച്ചാണ് രാഹുലിന്റെ റോഡ് ഷോ തുടങ്ങുന്നത്. ഇവരൊക്കെ എല്ലാവരും രാഹുലിന്റെ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയവരാണോ നിങ്ങളൊക്കെ? നിങ്ങൾ വയനാട്ടുകാരെ എന്താണ് രാഹുലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. എല്ലാവരും പറയുന്നത് രാഹുൽ എപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല, ആവശ്യത്തിന് വരും, അങ്ങനെ ആരോ ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആക്ഷേപമില്ല. ദേശീയ നേതാവല്ലേ, അപ്പൊ ആ രൂപത്തിൽ തന്നെ വരാനേ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാനുള്ളൂ. ഇന്ത്യ ഫുള്ളായിട്ട് ഓടി നടക്കുന്ന ഒരു നേതാവെന്ന നിലയ്ക്കും പിന്നെ അവരുടെ പൂർവികന്മാർ മുതൽ അവരുടെ സ്ഥിതി നമുക്കറിയാം. 3 പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന വീട്ടിൽ വരുന്നതാണ്. ഒരു നയാ പൈസയുടെ കളവ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യസന്ധതയ്ക്ക് ഒരു കുറവും വരില്ല. ബാക്കിയുള്ളവർ പറയുന്ന മാതിരി ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് ഈ മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരു നേതാവല്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇന്ത്യക്ക് ഫുള്ളായിട്ട് കിട്ടണം. ഓടി നടക്കുന്നുണ്ട്, ചെയ്യും കാര്യങ്ങൾ. ശക്തമായ ഒരു നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം വേണ്ട സമയത്തൊക്കെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ഇവിടെ എത്താത്തതിന്റെ കുഴപ്പം ഇവിടുത്തെ ജനങ്ങൾക്കില്ല, രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുമായിരിക്കും. അതിന് മരുന്നൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ റോഡിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നാഞ്ചൻകോട് റെയിൽവേയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ 15 ലക്ഷം രൂപ ആന ചവിട്ടിക്കൊന്നപ്പോൾ അദ്ദേഹം കൊടുത്തപ്പോൾ അതിനെ വിമർശിച്ചവരാണ് ഇന്ന് വന്നിട്ട് വലിയ യോഗ്യതയോടെ സംസാരിക്കുന്നത്. ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ഇവിടുന്ന് വിജയിച്ചു പോകുന്നത് ഉറപ്പാണ്. ഈ രാഹുല് വരുമ്പോഴൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ടോ നിങ്ങളൊക്കെ? കാണാൻ ശ്രമിക്കാൻ എല്ലാ റോഡ് ഷോയ്ക്കും കഴിഞ്ഞ കൽപ്പറ്റത്തെ റോഡ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. വൻ ജനക്കൂട്ടമായിരുന്നു. നിങ്ങള് വളരെ നേരത്തെ രാഹുൽ 10:30 പറയുന്നത്. ആയിക്കോട്ടെ, ഞങ്ങള് രാഹുൽ എപ്പോ വന്നാലും നമ്മളെല്ലാവരും മുൻനിരയിലുണ്ടാവും. നമ്മുടെ വയനാടിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. എതിർ പാർട്ടി പല തെറ്റായ വഴികളിലൂടെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ ആന ചവിട്ടി കൊന്നപ്പോഴും ജനങ്ങളുടെ കൂടെ നിന്നപ്പോഴും റോഡിന്റെ പ്രശ്നങ്ങളായും പൊതുവായ പ്രവർത്തനങ്ങളായും എല്ലാ സമയത്തും രാഹുൽ ഗാന്ധി ഇവിടെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉണ്ടാകും. അതാണ് രാഹുലിനെ കുറിച്ച് ഇവിടെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന
പങ്കെടുക്കാനെത്തിയവർക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ട് ഇവർ UDF-ന്റെ അണികളാണ് എങ്കിൽ അവരുടെ വികാരം, അവരുടെ അഭിപ്രായം അവർ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. നമുക്കെന്താണെങ്കിലും അല്പസമയത്തിനകം ഇവിടേക്ക് തിരിച്ചെത്താം. 10:40 അദ്ദേഹത്തിന്റെ സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഷോ ആരംഭിക്കുക. അതിനു മുൻപ് അദ്ദേഹം താളൂരിൽ തോട്ടം തൊഴിലാളികളുമായിട്ടുള്ള സംവാദം തീർച്ചയായും എന്തായാലും അതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കുന്നംകുളത്തും പൊതുപരിപാടിയിൽ പങ്കെടുക്കും.